Welcome to 79 Green Store, a place that is more than just a grocery shop. It's a trusted part of the community. This store is led by Mr. Bittu John, an entrepreneur whose vision turned a small idea into a successful venture. His story is one of hard work, dedication, and consistency. As we walk through the store, we see shelves neatly stocked with beans, grains, spices, and everyday essentials. Every product is chosen with care, ensuring quality and affordability for all customers. Today we have with us Mr. Bittu John Kallungal, a visionary social entrepreneur and the founder of 79 Business Store, തൊടുപുഴ. Hello, sir. Hi. ഒരു സോഷ്യൽ ഓണ്ടർപ്രനർ എന്ന നിലയിൽ സാറിന്റെ ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാറിന്റെ പാത്വേസ്. ശരിക്കും ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. ഞാൻ എംടെക് എയറോനോട്ടിക്കൽ കഴിഞ്ഞാണ്, HAL ആയിരുന്നു ബാംഗ്ലൂർ. സോ ദിസ് ഇസ് മൈ ഫാമിലി ബിസിനസ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റോറാണ് ശരിക്കും. അത് ഈ പേരിലായിരുന്നില്ല, ഈ കോൺസെപ്റ്റിലും ആയിരുന്നില്ല. നോർമൽ ഗ്രോസറി ഹോൾസെയിൽ സ്റ്റോർ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒരു സീറോ വേസ്റ്റ് സ്റ്റോർ എന്നൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ അങ്ങനെ പഴയ ഞങ്ങളുടെ ഒരു റീറ്റെയിൽ സ്റ്റോർ ഉണ്ടായിരുന്നു കോലഞ്ചേരിയിൽ. സോ ആ സ്റ്റോറിനെ ഒരു സീറോ വേസ്റ്റ് സ്റ്റോർ എന്നൊരു കോൺസെപ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്താൻ സാർ ആഗ്രഹിക്കുന്നത്? ശരിക്കും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു 90% സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സും, ഞാൻ പറയുന്നത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ആണ്. അതെല്ലാം വരുന്നത് ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഗ്രോസറി സ്റ്റോറിൽ നിന്നും ബേക്കറിയിൽ നിന്നായിരിക്കും. സോ ഇങ്ങനെയുള്ള സിംഗിൾ യൂസ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊരു കസേര യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു കാറിൽ ഒരു പ്ലാസ്റ്റിക് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് അല്ല ഒരിക്കലും. പക്ഷേ ഇത് നമ്മൾ ഒരു തവണ, ഇപ്പോൾ ഒരു കടീൻ്റെ പാക്കറ്റ് ആയിരിക്കാം, പുട്ടുപൊടിയുടെ പാക്കറ്റ് ആയിരിക്കാം, ഒരു ക്ലീനിങ് സൊല്യൂഷൻ്റെ ബോട്ടിലായിരിക്കാം, ഇതെല്ലാം നമ്മൾ ഒരു തവണ മാത്രം ഉപയോഗിച്ചിട്ട് കളയുന്ന സാധനങ്ങളാണ്. സോ അതിനെ റിഡ്യൂസ് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരിക. ആൻഡ് ഇത് പഴയ പലചരക്കട തന്നെയാണ്. പണ്ടത്തെ നമ്മുടെ ഓൾ പലചരക്കട എന്താണോ അത് തന്നെ, അതിൽ നിന്നോട് ഓർഗനൈസ് ചെയ്ത് അതിന്റെ കോൺസെപ്റ്റ് ഒന്നോടെ ഒരു, പണ്ട് കടക്കാരനായിരുന്നു തൂക്കി കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ അത് കസ്റ്റമർക്ക് തന്നെ എടുക്കാവുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്രോസറി സ്റ്റോർ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ആ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് നോക്കണം. പ്ലാസ്റ്റിക് യൂസ് ചെയ്യേണ്ട, ലൈക്ക് എല്ലാം പേപ്പർ കവേഴ്സ്, കണ്ടെയ്നേഴ്സ് ആളുകൾക്ക്. ശരിക്കും എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിങ് യുവർ ഓൺ കണ്ടെയ്നേഴ്സ് ആണ്. വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുവന്ന് റീഫിൽ ചെയ്യുക, പ്രൊഡക്ട്സ് റീഫിൽ ചെയ്യുക. റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല, അവരവരുടെ കണ്ടെയ്നർ കൊണ്ടുവന്നാണ് റീഫിൽ ചെയ്യുന്നത്. സോ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പകുതി പ്രശ്നം തീരും. അത് ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്, ആളുകൾക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരാൻ കാര്യം. അവർക്ക് ഇങ്ങനെ നോക്കിയെടുത്ത്, അതെ, ഇപ്പൊ നമുക്ക് കസ്റ്റമർ വീട്ടിൽ നിന്നുള്ള കണ്ടെയ്നേഴ്സ് കൊണ്ടുവരാം. ഈ കണ്ടെയ്നേഴ്സിന്റെ അകത്തേക്ക് അവർക്ക് തന്നെ കോഡ് അടിച്ച് റീഫിൽ ചെയ്ത് ഐറ്റംസ് എടുക്കാം. അത് ടയർ വെയിറ്റിന്റെ കോഡ് അടിക്കുക, ഐറ്റം റീഫിൽ ചെയ്യുക, ദെൻ വേ ചെയ്തിട്ട് പ്രൊഡക്റ്റ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും കണ്ടെയ്നേഴ്സ് കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. ഇപ്പൊ ഒരു ജോലിക്ക് പോയിട്ട് തന്നെ ആൾക്ക് പാത്രം പിടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. സോ അതിന് ഞങ്ങളിവിടെ പേപ്പർ കവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ കവേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും അതൊരിക്കലും ഒരു സസ്റ്റൈനബിൾ ഓപ്ഷൻ അല്ല. ശരിക്കും അത് മരം വെട്ടിയെടുക്കണതാണ്. നമ്മളിപ്പം പ്ലാസ്റ്റിക്കിന് പകരം പേപ്പർ സ്വിച്ച് ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഒറ്റ മരം ഉണ്ടാവില്ല. സോ റീയൂസ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ കാര്യം. അത് ഞാനിവിടെ ബോട്ടിലോ അങ്ങനെ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ചെയ്യുന്നത് ഗ്ലാസ് ബോട്ടിൽസ് പ്രൊവൈഡ് ചെയ്യണം ഫോർ എ ഡെപ്പോസിറ്റ് എമൗണ്ട്. ബോട്ടിൽ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബോട്ടിലിന്റെ പൈസ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ആളുകൾക്ക് അവരവരുടെ കണ്ടെയ്നേഴ്സ് കൊണ്ടുവരാം. കണ്ടെയ്നർ ഇല്ലെങ്കിൽ പേപ്പർ കവേഴ്സോ ഞങ്ങളുടെ ബോട്ടിലുകളോ യൂസ് ചെയ്യാം. ബോട്ടിലിന്റെ പൈസ റീഫണ്ടബിൾ ആണ്. അതുപോലെ ബോട്ടിൽ വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുവന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 2% ഡിസ്കൗണ്ട് കൂടെ കിട്ടും. സോ അങ്ങനെയാണ് അതിന്റെ വർക്ക് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരന് ഈ ഒരു സസ്റ്റൈനബിലിറ്റി നിലനിർത്താൻ അവരുടെ വീട്ടിൽ എന്തൊക്കെ ഒരു 2 കാര്യങ്ങൾ പറയാമോ ചെയ്യാൻ പറ്റുന്നത്? ഇതിലെല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. ഇപ്പൊ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പണ്ട് വീടുകളിൽ നമ്മുടെ പേരൻസും നമ്മുടെ ഗ്രാൻഡ് പേരൻസും എല്ലാം ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു ഈ കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് വാങ്ങിക്കുക എന്നുള്ളത്. എല്ലാ കടകളിലും ഇത് ലൂസ് ആയിരുന്നു. വെളിച്ചെണ്ണ വാങ്ങാൻ നമ്മൾ കുപ്പി കൊണ്ടുപോകായിരുന്നു. എല്ലാത്തിനും നമ്മൾ അങ്ങനെ ചെയ്തോണ്ട് പേപ്പറിൽ കുമ്പിൾ കുത്തിയായിരുന്നു ഇത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്നും നമ്മൾ ഒരു പ്ലാസ്റ്റിക്, ഒരു എല്ലാ പ്രൊഡക്ട്സും ഓരോ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ അകത്തേക്ക് നമ്മൾ പാക്ക് ചെയ്ത് ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ മാറിപ്പോയതാണ്. അപ്പൊ ഇത് ആളുകൾക്കും ആ ഒരു ഫോർമാറ്റിലേക്ക് വരാൻ വേറെ കുറെ അഡ്വാൻറ്റേജുകളുണ്ട്. ലൈക്ക് ഇപ്പം
ലൈക്ക് കോസ്റ്റ് വൈസ് ഇത് കുറവാണ് വരുള്ളൂ. ആളുകൾ കട കാണുമ്പോൾ വിചാരിക്കുന്നത് എക്സ്പെൻസീവ് സ്റ്റോർ ആണെന്നാണ്, പക്ഷെ ഇത് ശരിക്കും നോർമൽ ഒരു പാക്കറ്റ് പ്രൈസിനേക്കാളും കോസ്റ്റ് കുറവാണ് ഇവിടെ. അതുകൊണ്ടൊക്കെയാണ് ഇത് വർക്ക് ആവുന്നത്. ഇപ്പൊ നമ്മള് എല്ലാവർക്കും ഇത് അവരൊരു ഫസ്റ്റ് പ്രിഫറൻസ് ഇതാവണം നിർബന്ധമില്ല, സസ്റ്റൈനബിലിറ്റി ആവണം നിർബന്ധമില്ല. ഇപ്പൊ സാധാ ഒരു ഡെയിലി വേജസ് പോകുന്ന ഒരാളുടെ അടുത്ത് നമ്മളിത് പ്ലാസ്റ്റിക് പൊല്യൂഷനും ഇതിന്റെ പ്ലാസ്റ്റിക് കവറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതിന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നല്ല സാധനം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഒരു പുറത്തൊരു ബ്രാൻഡഡ് പുട്ടുപൊടി 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഞാനത് 55-നാണ് വിൽക്കുന്നത്. അപ്പൊ ആ കോസ്റ്റ് ഡിഫറൻസ് ആളുകൾക്ക് കിട്ടുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അയാളും ഒരു സസ്റ്റൈനബിൾ ഓപ്ഷൻസിലേക്ക് വരുന്നു എന്ന് മാത്രം. അപ്പം അങ്ങനെ ഉള്ള ആളുകളുണ്ട്, പേർപ്പസ്ഫുള്ളി ഇതിന് വേണ്ടി വരുന്നവരുണ്ട്. അതായത് നമുക്ക് വേസ്റ്റ് ജനറേറ്റ് ചെയ്യണ്ട എന്നുള്ള രീതി തന്നെ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് പലരുടെയും പല പെർസ്പെക്റ്റീവ് ആണ്. സോ ആ രീതിയിലാണ് പോകുന്നത്. സർ, ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം സർ, ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ കുറച്ച് ചലഞ്ചസ് അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് എന്തൊക്കെയാണ് യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഇത് ശരിക്കും ചലഞ്ചസേ ഉണ്ടായിട്ടുള്ളൂ. ലൈക്ക് എന്റെ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ. കാരണം നമുക്ക് നോക്കാൻ ഒരു വേറൊരു സ്റ്റോർ ഇല്ല. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് സ്റ്റോറാണ്, ഫസ്റ്റ് സ്റ്റോറാണ്. അപ്പോൾ ഞാനത് ചെയ്യുമ്പം ഫസ്റ്റ് ഇതിന്റെ കുറെ കാര്യങ്ങൾ, ഇതിന്റെ എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അതെല്ലാം ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മള് കോസ്റ്റ് ഭയങ്കര ഹൈ ആവും. അപ്പൊ നമ്മളൊരു 500 സ്ക്വയർ ഫീറ്റ് ഗ്രോസറി സ്റ്റോർ നോക്കുമ്പോൾ അതിനാവുന്ന കോസ്റ്റ് അല്ല ആവുന്നത്. സോ ഒരു ബ്രേക്കിംഗ് ടൈം ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ പൈസ തിരിച്ചു കിട്ടാത്ത ഒരു എമൗണ്ട് നമുക്ക് അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒട്ടും എനിക്ക് വർക്ക് ചെയ്യുമ്പം നമുക്ക് പിന്നെ അത് ഞാൻ അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലും അല്ല അത് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങാനും പറ്റില്ല. കാരണം ഒരു കുഞ്ഞ് 500 സ്ക്വയർ ഫീറ്റ് എസെൻഷ്യലിൽ വിൽക്കുന്ന ഒരു കടയ്ക്ക് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സീറോ വേസ്റ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് റിട്ടേൺ നോക്കി ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇതിന്റെ ഒരു ബാക്കപ്പ് സ്റ്റോർ ഉണ്ട്. എന്റെ ഫാദറിന് എന്റെ ഹോൾസെയിൽ ബിസിനസ് ആണ്. അപ്പൊ അതിന്റെ റീറ്റെയിൽ ഡിവിഷനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് ഞാൻ ആളുകൾ വരുന്നൊരു പ്രതീക്ഷയാണല്ലോ. ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ആളുകൾ ഈ ഫോർമാറ്റിലേക്ക് വരും, കാരണം കോസ്റ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ പൊടിച്ചു വെക്കുന്ന സാധനം കുറച്ചുകൂടെ നാടൻ സാധനങ്ങൾ, അങ്ങനെയുള്ളൊരു നമ്മൾ ബ്രാൻഡ് വിൽക്കാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ബ്രാൻഡഡ് പ്രൊഡക്ട്സ് വിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ പൊടിച്ചു വെക്കുന്ന സാധനങ്ങൾ അപ്പൊ കുറച്ചുകൂടെ ആളുകൾ അതിലേക്ക് വരും എന്നുള്ള ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ 2018-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്റെ ധാരണ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരാൾ പോലും പാത്രം കൊണ്ടുവന്നില്ല. എനിക്ക് കട തുടങ്ങി 8ാമത്തെ മാസമാണ് ഒരാൾ പാത്രമായിട്ട് കടയിൽ വരുന്നത്. 8th month ആണ്. അപ്പൊ നമ്മളൊരു കോൺസെപ്റ്റിൽ ഒരു സ്റ്റോർ തുടങ്ങി, പാത്രം കൊണ്ടുവരിക, റീഫിൽ ചെയ്യുക, അങ്ങനെ ഒരു കോൺസെപ്റ്റ് തുടങ്ങുമ്പം നമ്മൾ ഒരുമാതിരിപ്പെട്ടവർ ആ സമയത്തേക്ക് നിർത്തിപ്പോകും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഇത് വരുന്നില്ല. ആൻഡ് ഞാൻ കട തുടങ്ങുമ്പോൾ കുറെ സാധനങ്ങൾ പാക്കറ്റ് വെച്ച് ചെയ്യേണ്ട വന്നു എനിക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു സാമ്പാർ പൊടി പറഞ്ഞു, ഒരു കസ്റ്റമർ ഒരു ബ്രാൻഡഡ് സാമ്പാർ പൊടിയാണ് ചോദിച്ചു വരുന്നതെങ്കിൽ നമ്മുടെ അടുത്ത് അത് ഇല്ലെങ്കിൽ അപ്പൊ തന്നെ അയാൾ പോവാണ്, അടുത്ത കടയിൽ അത് കിട്ടും. നമ്മുടെ കയ്യിൽ വേറൊരു സാധനം ഉണ്ടെന്ന് പറയാൻ കേൾക്കാൻ പോലും അവർ തയ്യാറാവില്ല. സോ ഹൈലി ബ്രാൻഡ് കോൺഷ്യസ് ആണ്. അപ്പൊ അയാൾ ആ ബ്രാൻഡിൽ സ്റ്റിക്ക് ഓൺ ആയിരിക്കും. അപ്പൊ അയാൾക്ക് തൊട്ട് ചേർന്നുള്ള കടയിൽ ഇത് കിട്ടും. പിന്നെ ഞാൻ പറയുന്ന കാര്യവും ഇതിന്റെ കാര്യം പറഞ്ഞ് കേൾക്കേണ്ട കാര്യം ഓർക്കില്ല. അപ്പൊ ഞാൻ പൊടിച്ചാണ്. അപ്പൊ ഞാൻ ഇനിഷ്യൽ സ്റ്റേജിൽ എന്റെ പഴയ വീഡിയോസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, കുറെ സെക്ഷൻസ്, കുറെ പാക്കറ്റ് പ്രോഡക്ട്സ് ഉണ്ട് കടയിൽ. പിന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു ഇതിനെ പാക്കറ്റിന് മാക്സിമം ഒഴിവാക്കി അങ്ങനെ എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്തു. കാരണം അല്ലാണ്ട് നമുക്കിത് ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഒറ്റയടിക്ക് നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഗ്രാജുവലി ആൾക്കാർക്ക് സാമ്പിൾ കൊടുത്തോട്ട്, ഇപ്പൊ സാമ്പാർ പൊടിയാണെങ്കിൽ ഒരു 10-20 ഗ്രാം മറ്റേന്റെ കൂടെ 20 കൂടെ യൂസ് ചെയ്തൊക്കെ പറഞ്ഞ് സാമ്പിൾ കൊടുത്തോളും. നമ്മുടെ ഇഷ്ടപ്പെട്ട വരാനുള്ള ചാൻസെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ ഇയാൾ അടുത്ത തവണ ഒരിക്കലും വരില്ല. കാരണം ഇത് ഉള്ള കടയിലേക്ക് പിന്നെ തവണ പോകുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയൊക്കെ പയ്യെ ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്കൊരു 8 മാസം കൊണ്ട് പയ്യെ ആൾക്കാർ വന്നു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ മീഡിയ കവറേജ് ഡെഫിനറ്റ്ലി എനിക്ക് ഒത്തിരി ലൈക്ക് ഞാൻ ഇതുവരെ 8 വർഷമായി കട തുടങ്ങിയിട്ട്, 7 വർഷം കഴിഞ്ഞു. ഞാനൊരു സിംഗിൾ പെനി മാർക്കറ്റിങ്ങിന് മുടക്കിയിട്ടില്ല. ഇവൻ ഒരു നോട്ടീസ് പോലും വിട്ടിട്ടില്ല. ഇനാഗ്രേഷൻ നോട്ടീസ് അല്ലാണ്ട് നമ്മളിങ്ങനെ ഓഫർ അങ്ങനെയുള്ള ഒരു നോട്ടീസോ അങ്ങനെയുള്ള ഒരു സാധനം ഞാൻ വിട്ടിട്ടില്ല. അപ്പൊ അതെപ്പോഴും അത് ഓർഗാനിക്കലി ബിൽഡായി വരും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. പിന്നെ എനിക്ക് അല്ലാണ്ട് തന്നെ പ്രൊമോഷൻസ് കിട്ടിയത് ഡെഫിനറ്റ്ലി, പൈസ മുടക്കാണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇഷ്ടംപോലെ പ്രൊമോഷൻസും ന്യൂസ് കവറേജും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കിട്ടിയോണ്ട് അതൊക്കെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടോ. നമ്മളത് മാർക്കറ്റിംഗ് ഇല്ലാണ്ട് ബിസിനസ് കയറിയൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്യേണ്ടതായിട്ട് ആവശ്യം വന്നില്ല എനിക്ക്. അതെ, അതെന്താന്ന് വെച്ചാൽ ഇപ്പം കോലഞ്ചേരിയിലുള്ള ആളുകളല്ല എന്റെ സ്റ്റോറിലേക്ക് ആദ്യം വന്നു തുടങ്ങിയത്. ശരിക്കും ഒരു കോൺസെപ്റ്റ് വന്നു തുടങ്ങിയത് എറണാകുളത്ത് നിന്നുള്ളവരാണ്. അപ്പൊ കോലഞ്ചേരി എറണാകുളം ഒരു 35 കിലോമീറ്റേഴ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ ന്യൂസ് ഒക്കെ പല സ്ഥലത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് താല്പര്യമുള്ള, അതൊരു 1% താഴെയാണ്. നമ്മൾ സൊസൈറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 1% താഴെയാണ് ഹെൽത്തി ഫുഡ് വേണം എന്നുള്ളവരും ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടമുള്ളവർ അതിലും കുറവാണ്. ലൈക്ക് പാത്രം കൊണ്ടുവരിക, റീഫിൽ ചെയ്യുക എന്നൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്.
പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കണ്ടപ്പം ഇങ്ങനെ ഒരു സ്റ്റോർ ഇതേ കോൺസെപ്റ്റ് തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഒരു കൗതുകത്തിലൊക്കെയാണ് ആദ്യം ആൾക്കാർ അവിടെ നിന്ന് വന്നു തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ വന്ന ആൾക്കാർ വന്ന് തുടങ്ങി. അപ്പൊ ഞാൻ നോക്കിയപ്പം എപ്പോഴും ഈ കണ്ടെയ്നേഴ്സ് കൊണ്ടുവരുന്നവര് പുറത്തുനിന്ന് വരുന്നവരാ. അപ്പൊ ആലോചിച്ചപ്പോഴാണ് ഇത് ഞാൻ തുടങ്ങിയ സ്ഥലം തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവണം. ഇപ്പൊ ഞാൻ ഒരു ഫസ്റ്റ് സ്റ്റോർ കോലഞ്ചേരി പോലെ ഒരു ഗ്രാമപ്രദേശത്ത് കൊണ്ടുവന്ന് ഫസ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനത് എറണാകുളത്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും ഞാൻ കോലഞ്ചേരി കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇതായിപ്പോയി. പിന്നെ ന്യൂസ് കവറേജ് കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഫ്രാഞ്ചൈസി മോഡൽ ചോദിച്ച് ഒത്തിരി പേര്, അങ്ങനെ ഒത്തിരി എൻക്വയറീസ് വന്നപ്പോഴാണ് ഇത് എന്തുകൊണ്ടൊരു ബിസിനസ് മോഡലായിട്ട് വർക്ക് ചെയ്തുകൂടാ എന്നൊരു ഐഡിയയിൽ നിന്നാണ് ഇപ്പൊ കാണുന്ന ഈ ഒരു ഫോമാറ്റിലേക്ക് ഞാൻ അതിനെ ബിൽഡ് ചെയ്യുന്നത്. കാരണം അത് ഞാൻ അന്ന് ചെയ്തു വെച്ച സ്റ്റോർ ഒരിക്കലും ഒരു നല്ല ബിസിനസ് മോഡൽ അല്ല. കാരണം അതൊരു ബ്രേക്ക് ഇൻ ടൈം ഭയങ്കര കൂടുതലായിരുന്നു. അതിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് ഇപ്പൊ ഒരു 80% ഓഫ് പ്രോഡക്ട്സ് ഞാൻ ഗ്ലാസ് ജാറിലായിരുന്നു വെച്ചിരുന്നത്. 20% പ്രോഡക്ട്സ് ആണ് ഡിസ്പെൻസേഴ്സിൽ വെച്ചിരുന്നത്. അപ്പൊ തിരക്ക് ആൾക്കാർ ഇങ്ങനെ കടയൊക്കെ കേട്ടറിഞ്ഞ് വന്നു തുടങ്ങി, തിരക്കായി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് പഴയ പലചരക്കടയുടെ സെയിം അവസ്ഥയായി. അതായത് കസ്റ്റമർ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണം, സ്റ്റാഫ് ഇതുപോലെ തന്നെ തൂക്കിയെടുത്ത് കൊടുക്കേണ്ട ഒരു രീതിക്ക് വന്നു. കാരണം കസ്റ്റമർ ഗ്ലാസ് ജാറിൽ നിന്ന് എടുക്കില്ല. അപ്പൊ അത് ഗ്രാജുവലി അത് ബുദ്ധിമുട്ടായി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പറ്റില്ല. അപ്പൊ നേരെ അടുത്ത സ്റ്റോർ ആയപ്പോഴേക്കും അടുത്ത മോഡലിലേക്ക് ചെയ്തപ്പോൾ നേരെ തിരിച്ചു. 80% ഡിസ്പെൻസേഴ്സിലും 20% ഗ്ലാസ് ജാറിലും ആക്കി. സോ ഇപ്പൊ അങ്ങനെയാണ് ഫോമാറ്റ്. ലൈക്ക് ഒരു 80% പ്രോഡക്ട്സും ഡിസ്പെൻസേഴ്സിലും 20% ഗ്ലാസ് ജാറിലുമാണ്. ഗ്ലാസ് ജാറിലുള്ളതൊക്കെ കസ്റ്റമർ എടുക്കില്ല, നമ്മൾ എടുത്തു കൊടുക്കണം. അപ്പൊ അത്ര ഫാസ്റ്റ് മൂവിങ് അല്ലാത്ത പ്രൊഡക്ട്സുകളെല്ലാം ഗ്ലാസ് ജാറിലേക്കും നന്നായിട്ട് പോകുന്ന സാധനങ്ങളെല്ലാം ഡിസ്പെൻസേഴ്സിലേക്ക് വരും. അപ്പൊ അത് ഇപ്പൊ നമുക്കൊരു 10-30 കസ്റ്റമർ വന്നാലും ആൾക്കാർ തന്നെ എടുത്തോളൂ. അപ്പൊ ഞാൻ എന്റെ പേപ്പർ കവേഴ്സ് ഒക്കെ പ്രോപ്പർ ഡിസൈനിലേക്ക് കൊണ്ടുവന്നു. എല്ലാത്തിനും ഡിസൈൻസ്, അതിന്റെ ഐറ്റം കോഡ് എഴുതാനുള്ള സ്പേസ്, ഒരു പേപ്പർ കവറിൽ എത്ര ഗ്രാം കയറും, അതുപോലെ ബിന്നിന്റെ അകത്തും പ്രോപ്പർ സ്റ്റിക്കേഴ്സ് കൊണ്ടുവന്നു, ന്യൂട്രീഷൻ വാല്യൂ, എക്സ്പയറിയും, അതുപോലെ ഒരു സ്കൂപ്പ് എത്ര ഗ്രാം ആണ്. അപ്പൊ കസ്റ്റമർക്ക് ആണെങ്കിൽ ഇപ്പൊ 1/2 കിലോ എടുക്കണമെങ്കിൽ ഒരു സ്കൂപ്പ് 250 ഗ്രാംസ് ആണെങ്കിൽ 2 സ്കൂപ്പ് എടുത്താൽ 1/2 കിലോ അപ്രോക്സ്. കൃത്യം 1/2 കിലോ 1 കിലോ അങ്ങനെ അളവില്ല അവിടെ. പിന്നെ ആളുകൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ എടുക്കാം. പിന്നെ 1/2 കിലോ 1 കിലോ 1/4 കിലോ വാങ്ങിക്കണം അങ്ങനെയൊന്നുമില്ല. ഇവൻ 10 ഗ്രാം മതിയെങ്കിൽ 10 ഗ്രാം എടുക്കുക, എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് തൂക്കം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനെ പിന്നീട് അത് വർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് 2-3 വർഷം കഴിഞ്ഞാണ് പിന്നെ അടുത്ത സ്റ്റോറിലേക്ക് പിന്നെ പോകുന്നത്. ഫണ്ട് പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അപ്പം ടെക്നോളജി ഒത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കും, AI ടൂളും അങ്ങനെ. അപ്പം സാറിന് ഇവിടെ എംപ്ലോയീസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ടൂൾസ് ഇല്ല, അങ്ങനെ അത്രയും ഇതായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. അത് സിസ്റ്റമാറ്റിക് ആണ്. അതായത് പ്രോപ്പർ സിസ്റ്റത്തിലാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ വർക്കും ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കസിനും അവൻ റിലയൻസിലെ സ്റ്റോർ മാനേജർ ആയിരുന്നു. പുള്ളീനെയും അവിടെ സ്റ്റോർ മാനേജറായിട്ട് നിർത്തി ഒരു 2 സ്റ്റാഫിനെ കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ കട തുടങ്ങുന്നത്. അപ്പൊ ഈ വർക്കെല്ലാം നമ്മളും കൂടെ ചെയ്താലാണ് ഇത് തീരുള്ളൂ. കാരണം ഇതിനുള്ള ഇനീഷ്യൽ കിട്ടുന്ന പൈസ വളരെ കുറവാണ്, കിട്ടുന്നതിനൊക്കെ കൂടുതൽ നഷ്ടമാണ്. കാരണം ഈ ലൂസ് സാധനങ്ങൾ, നമുക്ക് ഓർഗാനിക് പ്രൊഡക്ട്സ് നമുക്ക് പാക്കറ്റ് വെക്കണ പോലെ കീപ്പ് ചെയ്യാനേ പറ്റില്ല. നമ്മുടെ ക്ലൈമറ്റിൽ ഇത് പെട്ടെന്ന് ഡംപ് ആവും, പെട്ടെന്ന് പ്രശ്നം വരും, ചെള്ള് വരും, ഇഷ്യൂസ് വരും. അപ്പൊ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനിഷ്യൽ സ്റ്റേജ്. കാരണം ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഫാദറിന്റെ അടുത്തേക്ക് ഇത് ഒരു ഗോതമ്പൊടി നമ്മൾ പൊടിച്ചു, ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കും അത് വിറ്റ് പോയില്ലെങ്കിൽ എൻ്റെ ഫാദറിന്റെ ഹോൾസെയിലറിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവിടെ വേറെ പൊടിച്ചു വയ്ക്കും. അപ്പൊ അവിടെ ആട്ടയുടെ കൂടെ നോർമൽ ഇതിലത്, അപ്പൊ നമുക്ക് ഡാമേജ് വരുത്താണ്ട് കുറെയൊക്കെ ആദ്യം, കുറച്ച് കഴിയുമ്പോഴേക്കും ഫാദറിനും അത് ബുദ്ധിമുട്ടായി. കാരണം അപ്പൊ നോക്കുമ്പോഴും ഞാനിത് ഇവിടെ പൊടിച്ച സാധനം മുഴുവൻ അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലുവാണ്. അപ്പൊ ഇതൊക്കെ നമുക്കൊരു ഇനിഷ്യൽ സ്റ്റേജിൽ അതിന്റെയൊക്കെ കുറെ ഇഷ്യൂസ്, കുറെ സാധനങ്ങൾ ഇപ്പൊ ഇതൊക്കെ ഈ ചെറുപയറൊക്കെ 1 വീക്കിൽ ചെള്ളുണ്ടാവും ഓർഗാനിക്, ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. സാധനങ്ങൾ എടുത്തു കൊടുക്കണ മുതൽ, ബില്ലടിക്കണ മുതൽ, അതുപോലെ അക്കൗണ്ട്സിന്റെ കാര്യം മുതൽ. കാരണം നമുക്ക് വേറെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് അത് ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് എല്ലാ സ്റ്റോറിലും സ്റ്റോർ മാനേജർ ഉണ്ട്, ഫ്ലോർ മാനേജർ ഉണ്ട്, എല്ലാ സ്റ്റോറിലും അക്കൗണ്ട് സ്റ്റാഫ് ഉണ്ട്. നിയർലി ഏതാണ്ട് 60-65 സ്റ്റാഫ് ഉണ്ട് എല്ലാ സ്റ്റോറിലും കൂടെ കൂടി. അപ്പം എല്ലാത്തിനും അത് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പം ആഴ്ചയിൽ ഒരു ദിവസമാണ് സ്റ്റോറിൽ പോകുന്നത്, പക്ഷെ അത് റൺ ആവുന്നുണ്ട്. റൺ ആവുന്ന ഒരു ഫോമാറ്റിലേക്ക് നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. അതായത് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാണ് ചെയ്തത്. പിന്നെ ഡെഫിനറ്റ്ലി ഇത് ആദ്യമൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്ത് നമ്മൾ ആളുകളെ ആക്കണമായിരുന്നു. അതായത് ഇപ്പൊ ഈ സ്റ്റോർ തുടങ്ങിയിട്ട് ഒരു 2 മന്ത്സോളം ഞാൻ ഫുൾ ടൈം ഈ സ്റ്റോറിലുണ്ടായിരുന്നു. ഏത് കട തുടങ്ങിയാലും ഫസ്റ്റ് ഒരു 3 മന്ത്സ്, അപ്പൊ ആദ്യമൊക്കെ ഒരു 6 മന്ത്സ് ആയിരുന്നു. കൊണ്ടത്ര തുടങ്ങിയപ്പം ഒരു 6 മാസം 7 മാസം അവിടെ തന്നെയായിരുന്നു. പനമ്പള്ളിയപ്പോൾ ഒരു 4 മാസമായിട്ട് ചുരുങ്ങി, ഇപ്പൊ ഇവിടെ ഇപ്പോൾ 2 മാസമായിട്ട് ചുരുങ്ങി. കുറച്ചുകൂടെ ആൾക്കാരായി, കസ്റ്റമേഴ്സായി.
ഈ ഏരിയയിലുള്ളവർ അവിടെ വന്ന് വാങ്ങിക്കണവരുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കസ്റ്റമർ ബേസ് എപ്പോഴും കൂടി കൂടി വരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അധികം എക്സ്പ്ലെയിൻ ചെയ്യണ്ട ഒരു പരിധി കഴിഞ്ഞാൽ. അതുവരെ നമ്മൾ ഇത് ഈ പ്രൊഡക്റ്റിന്റെ വ്യത്യാസം എന്താ, കോസ്റ്റ് എന്താണ്. കാരണം ഇവിടെ ഒരു 80% പ്രൊഡക്ട്സിന് വില താഴെയും 20% കൂടുതലുമാണ്. ഈ കൂടുതലുള്ള ഭയങ്കര കൂടുതലാണ്. അത് ഐറ്റം വേറെയാ. ഇപ്പൊ ഈ മാർക്കറ്റിൽ കിട്ടുന്ന പല സാധനങ്ങളും ഇതിന്റെ അഡൽട്രേഷൻ വേർഷൻസ് ആണ്. ഇപ്പം പനങ്കൽക്കണ്ടം മാർക്കറ്റിൽ 100 രൂപയുള്ളൂ കിലോയ്ക്ക്, ഒറിജിനൽ 800 രൂപയാണ്. 8 times ആണ്. അപ്പൊ നമ്മളൊരു ഇതൊന്നും അറിയാത്ത ഒരാൾ നേരെ കയറി വന്നിട്ട് ഒരു പനങ്കൽക്കണ്ടം കാണുമ്പോൾ 800 രൂപ എന്ന് പറയുമ്പോൾ കടയും കൂടെ നോക്കുമ്പോൾ ഇവൻ അവിടെ നമ്മളെ കൊല്ലാനിരിക്കുന്ന എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അപ്പൊ അത് നമ്മൾ എഡ്യൂക്കേറ്റ് തന്നെ വിടണം. വരുന്ന കസ്റ്റമർക്ക് ഇത് എന്താണ്, എങ്ങനെയാണ്, ഇതിന്റെ വ്യത്യാസം എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് ഇത് കോസ്റ്റ് വ്യത്യാസം കിട്ടുക. അപ്പൊ അവൻ ചിലപ്പോൾ പുട്ടുപൊടിക്ക് ഒരു 40 രൂപ ഡിഫറൻസ് ഉള്ളവരും നോക്കണ്ടാവില്ല, അല്ലെങ്കിൽ കടുകിന് ഒരു 10 രൂപ വ്യത്യാസം ഉള്ളവരും പാക്കറ്റിനേക്കാളും നോക്കണ്ടാവില്ല. ഈ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ സാധനം വാങ്ങിക്കാം. നമ്മുടെ ബഡ്ജറ്റിന് ഉള്ളിൽ നിന്നുകൊണ്ട് കൂടി വരുന്നത്. ഇപ്പൊ ഓയിൽസ് എല്ലാം എൻ്റെ അടുത്ത് വില കൂടുതലാണ്. നമുക്ക് ഈ മാർക്കറ്റിൽ വരുന്ന വിലയ്ക്ക് നമുക്ക് ഓയിൽസ് വിൽക്കാനേ പറ്റില്ല, ഉണ്ടാക്കാനേ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രൊഡക്ട്സിൽ നമുക്ക് കോസ്റ്റ് കൂടുതലുണ്ട്. ബട്ട് അത് ബാക്കിയുള്ള പ്രൊഡക്ട്സിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ കസ്റ്റമർക്ക് കൺവേ ചെയ്യണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് ആളുകൾ ആ ഫോർമാറ്റിലേക്ക് വരുള്ളൂ. സർ പറഞ്ഞു ആദ്യം നമുക്ക് റിട്ടേൺസ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇപ്പം പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു? ആദ്യം റിട്ടേൺസ് ഭയങ്കര കുറവായിരുന്നു. ഇതിലും നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ഇടയ്ക്ക് ആൾക്കാരൊന്നുമില്ല. ഞാൻ പൊടിക്കുന്നു, ഞാൻ വിൽക്കുന്നു. ഇടയ്ക്ക് വരുന്ന ബ്രാൻഡിങ്, പാക്കിങ്, പല പ്രൊഡക്ട്സിനും ടാക്സിലുള്ള എക്സംഷൻ, അതുപോലെ എക്സ്പയർ റിട്ടേണിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്യൂസ് വരുന്നില്ല. അപ്പൊ ഇതിലൊക്കെയാണ് ശരിക്കും ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് മുഴുവൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് പ്രോഫിറ്റബിൾ ആണ് ബിസിനസ്. അത് വോളിയം ഓഫ് സെയിൽസ് നടക്കും തോറും അത് അത്രമാത്രം പ്രോഫിറ്റബിൾ ആയിട്ട് വരും. ഇപ്പൊ എനിക്ക് ഏതാണ്ട് ഒരു 15 crore ആനുവൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ 4 സ്റ്റോറിൽ നിന്ന്. അപ്പം ലൈക്ക് ഇറ്റ്സ് പ്രോഫിറ്റബിൾ സ്റ്റോർ. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. ഇനിഷ്യൽ സ്റ്റേജിൽ അങ്ങനെ ആയിരുന്നില്ല. ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ബാക്കിയുള്ള ലോസും ബാക്കി കാര്യങ്ങളെല്ലാം കണക്കൂട്ടി കഴിഞ്ഞാൽ, നമ്മുടെ റെന്റും ബാക്കിയെല്ലാം കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. പിന്നെ അത് ഗ്രാജുവലി പിന്നെ പ്രൊഡക്ട്സുകൾ ആഡ് ആയി വന്നു. ഇതെന്താന്ന് വെച്ചാൽ കോളഞ്ചേരി സ്റ്റോർ 500 square feet ഉള്ളൂ. ഇത് 2000 square feet ഉണ്ട്. കോളഞ്ചേരി സ്റ്റോറിൽ എന്ന് പറഞ്ഞാൽ പക്ക ഗ്രോസറിയാണ്. പയർ, പരിപ്പ്, മുളക്, മല്ലി, കടല, പുട്ട്, അങ്ങനെയുള്ള പക്ക ഗ്രോസറി മാത്രമുള്ള ഒരു സ്റ്റോറായിരുന്നു കോളഞ്ചേരി സ്റ്റോർ. അപ്പൊ അത് നമുക്കൊരു പ്രശ്നമായിരുന്നു. കാരണം ഗ്രോസറിക്ക് വളരെ മിനിമൽ മാർജിൻ അവർക്കാവുള്ളൂ. ലൈക്ക് ഒരു ചില പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒരു 45 രൂപയ്ക്ക് വരുന്ന സാധനം 46 രൂപയ്ക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പെർസെൻറ്റേജ് വർക്കാവുണ്ടെന്ന്. ഒരു രൂപയ്ക്ക് മാർജിൻ എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരു 60 പൈസ പേപ്പർ കവറിന് പോകും, സ്റ്റിക്കറിന് പോകും 20 പൈസ, പിന്നെ ഒന്നുമില്ല. അങ്ങനെയാണ്. അത് 46ന് മുകളിൽ 50 പൈസ കൂട്ടിയ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. വേറെ ഒരു ഫീൽഡ് പോലെയല്ല. എക്സ്ട്രീം സെൻസിറ്റീവ് സാധനമാണ് ഗ്രോസറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നോട്ട് ചെയ്യും. അത് നമ്മളിപ്പോൾ സീറോ വേസ്റ്റ് ആണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഐറ്റം ക്വാളിറ്റി ഡെഫിനറ്റ്ലി ക്വാളിറ്റിക്ക് ഉള്ള ഒരു ഇതുണ്ട്. അതൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ പറ്റില്ല. നമ്മൾ പിന്നെ വന്ന് നമുക്ക് പേരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാണ്, അവൻ വിൽക്കുന്ന ക്വാളിറ്റി സാധനമാണ്, അതുകൊണ്ട് 5 രൂപ കൂടിയാലും അവൻ്റെ സാധനം നല്ലതാന്നുള്ളൊരു പേര് പിന്നീട് വരുന്ന. ഇനിഷ്യൽ സ്റ്റേജിൽ ഇതൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റോർ പ്രോഫിറ്റബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സർ, കോളേജസിലും സ്കൂളിലൊക്കെ കൊളാബറേഷൻ നടത്താറില്ലേ? അപ്പം അത് എത്രത്തോളം ഇമ്പാക്ട് അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ നമ്മളിത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇത് എല്ലാവരും അത് പ്രാക്ടിക്കൽ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്തവരുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും ഒത്തിരി പോയിട്ടുള്ള പിള്ളേർ ഒത്തിരി പേര് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഉണ്ട് എനിക്ക്. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ചേഞ്ച് ആയിട്ടുള്ളവരുണ്ട്. പിന്നെ ഇത് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ അവർ അടുത്തൊരു സ്റ്റേജിലേക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഇനി വരാൻ പോകുന്ന 5-10 വർഷത്തിനുള്ളിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ്, ഓപ്പർച്യൂണിറ്റീസ് ഇനി സാർ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന്? ഞാനിത് ശരിക്കും ഇങ്ങനെ ഒരു മോഡലിലേക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്രാഞ്ചൈസി മോഡലിന് വേണ്ടിയാണ്. അതായത് എനിക്ക് ഏതാണ്ട് ഒരു 500+ ഫ്രാഞ്ചൈസി എൻക്വയറി ഓൾ ഇന്ത്യ ഇപ്പോഴും സ്റ്റാൻഡ് ഓൺ ഉണ്ട്. അപ്പൊ അത് വർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ഫസ്റ്റ് ഒരു 1 year കട തുടങ്ങിയ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു വർക്ക് തുടങ്ങിയതാണ് ഞാൻ. 6 വർഷമായിട്ട് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ എനിക്കറിയാം ഈ സാധനം ഒരു നോർമൽ രീതിയിൽ പിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്റെ കട ഒരു 1000 പേരെങ്കിലും കണ്ടുപോയിട്ടുണ്ട് ഈ 6-7 വർഷത്തിനിടയ്ക്ക്. ഒരാൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് തുടങ്ങാൻ പറ്റാതെ? ഇത് ഫസ്റ്റ് ഒരു 2-3 years ഇത് പിക്ക് ചെയ്ത് പൊക്കിയെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പോലും ഇത് പറ്റില്ലായിരുന്നു. എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് കവറേജ് ഭയങ്കരമായിട്ട് വന്നതും അതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഞാൻ കാണുന്ന റീസൺ. കാരണം അതുവരെ ഞാനിങ്ങനെ കോൺസെപ്റ്റ് സ്റ്റോർ വെച്ചിട്ട് ആർക്കും ഇത് അറിയില്ലായിരുന്നു. എന്താ കോൺസെപ്റ്റ്, എന്താണ് ഇതൊന്നും മനസ്സിലായില്ല. പിന്നെ ഇതൊക്കെ ഒരു ഗ്രാജുവൽ ഗ്രോത്താ. നമ്മളിങ്ങനെ ഒറ്റയടിക്ക് ഇന്ന്
ഇന്ന് തുടങ്ങി ഒരു വർഷം കൊണ്ട് 15 കോടി ടേൺ ഓവർ ആയതല്ല, ഒരു 8 വർഷം കൊണ്ട് പയ്യെ 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 ആയി വന്ന. അപ്പൊ ആ സമയത്ത് ഈ പോകുന്ന സമയത്തെല്ലാം നമുക്ക് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഓവർകം ചെയ്ത് ഗ്രാജുവലി ഗ്രോ ആയി വന്നത്. പ്യുവർലി ഓർഗാനിക് ആയിട്ട് ഗ്രോ ആയി വന്നതാണ്. അപ്പൊ അത് ഫ്യൂച്ചറിലേക്ക് ഞാൻ നോക്കുന്ന ഫ്രാഞ്ചൈസീസ് എന്നൊരു ഐഡിയ എന്റെ മൈൻഡിൽ ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോമാറ്റ് തന്നെ ഉണ്ടായത്. കാരണം ഇത് കുറച്ചുകൂടെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു മറ്റേത് ഞാൻ എൻ്റെ ഒരു റീറ്റെയിൽ ഒരു ഹോൾസെയിൽ സ്റ്റോറിന്റെ നമ്മുടെ ഒരു ചെറിയ സ്റ്റോർ ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റിൽ കിടക്കുക എന്നൊരു മൈൻഡ് സെറ്റ് മാത്രമല്ല. രണ്ടാമത്തെ സ്റ്റോർ എന്ന് പറഞ്ഞ ഐഡിയ എൻ്റെ കയ്യിലില്ല. ഇതിനൊരു അടുത്ത സ്റ്റോർ വരും, അടുത്ത സ്റ്റോർ എന്ന് പറഞ്ഞ ഐഡിയയും ഞാൻ ഫസ്റ്റ് സ്റ്റോർ കൊടുക്കുമ്പോൾ എൻ്റെ മൈൻഡിലില്ല. പിന്നെ അത് ഗ്രാജുവലി അങ്ങനെ അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എറണാകുളത്ത് നിന്നാണ് ആൾക്കാർ വന്നു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഇത് എന്തുകൊണ്ട് കോലഞ്ചേരി ആരും വന്നില്ല, അപ്പൊ ഇത് എറണാകുളത്ത് നിന്ന് ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ വന്നെങ്കിൽ അവിടെ ആവശ്യക്കാരുണ്ടല്ലോ, അപ്പൊ എറണാകുളത്ത് തുടങ്ങാനുള്ളത്. ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്ന നിലയിൽ നിന്ന് ഗ്രീൻ സ്റ്റോറിലേക്ക് സാറിന് അപ്പൊ എന്താ തോന്നുന്നത്? രണ്ടും രണ്ട് എക്സ്ട്രീം ആണല്ലോ. അത് ശരിക്കും എനിക്ക് തോന്നണേക്കാൾ കൂടുതൽ നാട്ടുകാർക്കായിരുന്നു തോന്നിയത്. ആൾക്കാർ ശരിക്കും പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമുക്ക്. കാരണം നമ്മളെ ഡയറക്റ്റ് കളിയാക്കാനുള്ളതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു ജോലി കളഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ, അതൊരു പലചരക്കട ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു എന്നുള്ളൊരു ഇത് വരും. അതേസമയം ഞാൻ ചിലപ്പോൾ എൻ്റെ ഹോൾസെയിൽ കടയിൽ ഇരുന്നായിരുന്നെങ്കിൽ അത്രയും ഇത് വരില്ല. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല സ്റ്റോറാണ്. അതേസമയം ഇവിടെ ഒരു ചെറിയൊരു 500 സ്ക്വയർ ഫീറ്റ് 2 ചെറിയ കടമുറിക്കകത്ത് ഞാനൊരു ചെറിയ പലചരക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആൾക്കാർക്ക് കാണുമ്പോൾ സേവർത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് ഇങ്ങനെ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാണല്ലോ ആരാണെങ്കിലും വിചാരിക്കുള്ളൂ. അത് നമ്മളാണെങ്കിലും അങ്ങനെ വിചാരിക്കുള്ളൂ. അത് ശരിക്കും ഇനിഷ്യൽ നല്ലൊരു ഇതായിരുന്നു ആൾക്കാരെ അതിലേക്കൊന്ന് വരാനും നമ്മൾ കണ്ടോണ്ടിരുന്ന അങ്ങനെയാണ്. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ന്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഫസ്റ്റ് ഒരു യൂട്യൂബിലാണ് വന്നത്. യൂട്യൂബിൽ ഒരു പയ്യൻ ചെയ്താണ്. അത് ആദ്യമൊക്കെ ഒരു 2 മാസത്തോളം അത് ആകെ 10 വ്യൂ ഒക്കെ ആയിട്ട് കിടന്നു. ഒരു 2 മാസം കഴിഞ്ഞാണ് ഇത് കയറുന്നത്. ആ വീഡിയോ കയറിയിട്ട് ഒരു 1.3 മില്യൺ 45 മിനിറ്റ്സ് ഇതുപോലെ ഒരു ഇന്റർവ്യൂ വീഡിയോ ആണ്. 1.3 മില്യൺ വ്യൂസ് പോയി ആ വീഡിയോ. അതിന്റെ പുറകെയാണ് ഏഷ്യാനെറ്റ്, മനോരമയും ന്യൂസ് ചാനൽസ് എല്ലാം വന്നത്. അപ്പൊ ന്യൂസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കടയിൽ വന്ന ആൾക്കാർക്ക് തന്നെ വന്ന് പേപ്പർ കവറിൽ വാങ്ങിച്ചോണ്ടാണ് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് തന്നെ മനസ്സിലാവണം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അതുവരെ ആളുകൾ അതിനെ എത്ര കാര്യമാക്കിയിട്ടില്ല. അവന്റെ കടയുണ്ട്, അതിന്റെ റീറ്റെയിലിനെ ഒന്ന് പലർക്ക് അവൻ ചെയ്യണമെന്നുള്ള ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇതിനൊരു ബേസിക് ഇങ്ങനെ ഒരു കാരണങ്ങളുണ്ട് എന്നുള്ള കാര്യമൊന്നും അപ്പോഴാണ് പിന്നെ നമ്മുടെ കസ്റ്റമർ മനസ്സിലായത്. ആസ് എ സോഷ്യൽ ഓണ്ടർപ്രണർ സാറിന് ഈ യങ് ഓണ്ടർപ്രണേഴ്സിനോട് എന്താ പറയാനുള്ളത്? നമുക്കൊരു കാര്യം തോന്നി ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വരും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ പോലും ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഒരാൾ എന്റെ അടുത്ത് ചോദിക്കുവാണ് ഇത് എങ്ങനെയാ കട സെറ്റ് ചെയ്യാൻ, അന്നേരം എന്റെ മൈൻഡിൽ തന്നെ മുഴുവൻ ഞാൻ ഈ സ്ട്രഗിൾ ചെയ്ത ഒരു ആദ്യത്തെ 3 വർഷമാണ്. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു ഇതിലേക്ക് ഒരു തരത്തിൽ എൻ്റെ ഒരു ഹാർഡ് വർക്കും ഉണ്ട്, അതിന്റെ കൂടെ ഒരു വലിയ ഭാഗ്യവും ഇതിന്റെ കൂടെയുള്ള എനിക്കിങ്ങനെ ഈ ന്യൂസ് കവറേജ് കിട്ടിയതും ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ, എന്ന് വെച്ചാൽ എന്നെ പോലെ വന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞു പോയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ എന്റെ മൈൻഡിൽ ആദ്യം വരുന്നത് ഇവർ ഇത്രയും പൈസ മുടക്കി ഇതൊരു ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് പിക്ക് ചെയ്ത് എടുക്കാൻ എന്റെ കിട്ടിയ എല്ലാ സാധനവും അവർക്ക് കിട്ടണമല്ലോ. എന്റെ ഒരു ഗ്രോസറിയിൽ ഒരു ബാക്കപ്പ് കിട്ടണം, അതുപോലെ എനിക്ക് ഈ പറഞ്ഞ ഈ ന്യൂസ് കവറേജ് കിട്ടിയ ഒരു സാധനം ഇവർക്ക് കിട്ടണം, അതുപോലെ പ്രൊഡക്ട്സുകൾ ഇതെല്ലാം ആഡ് ആയി വരണം. ഇത് സ്റ്റാർട്ടിങ് പ്രൊഡക്ട്സ് ഇതെല്ലാം ഒറ്റയടിക്ക് ഇങ്ങനെ കുറെ പ്രൊഡക്ട്സ് നമുക്ക് പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇത് ഗ്രാജുവലി ആഡായി ഒരെണ്ണം പലരും സാമ്പിൾസ് വെച്ച്. ഇപ്പൊ എനിക്ക് ബ്രൂട്ടിലൊക്കെ വന്ന വീഡിയോ 6.4 മില്യൺ പോയതാ വ്യൂസ് ബ്രൂട്ട് ഇന്ത്യയിൽ വന്ന വീഡിയോ. അപ്പൊ അതൊക്കെ വന്നപ്പോഴേക്കും ഓൾ ഇന്ത്യയില് ആൾക്കാർ വിളിച്ചു തുടങ്ങി, കട ഫ്രാഞ്ചൈസി. അതിന്റെ കൂടെ തന്നെ പ്രൊഡക്ട്സ് ഉള്ളവരും വിളിക്കുന്നു തുടങ്ങി. പല പ്രൊഡക്ട്സ് പലരും ഹോം മെയ്ഡ് ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാവരും ഞങ്ങളുടെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ഇതിനെ ലൂസായിട്ട് തരാം പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാമ്പിൾ അയക്കാൻ പറയും. അങ്ങനെ സാമ്പിൾസ് അയച്ച് പലരിൽ നിന്ന് എടുത്ത് അങ്ങനെ ആഡായി വന്നാണ് പ്രൊഡക്ട്സുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിന് പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് എപ്പോഴും. അതൊരു പുതിയ ആൾക്ക് കിട്ടണം എന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ചിലപ്പോൾ ഇതിലും നല്ല കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് സംഭവിച്ചേക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ ഡംപ് ചെയ്ത് കളഞ്ഞ സാധനങ്ങളും ഫാദറിൽ നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ ഫാദർ ശരിക്കും ആദ്യം ഓക്കെ എവിടെ വെച്ചോ വിറ്റോളെന്ന് പറഞ്ഞെങ്കിൽ അടുത്ത ഇതിലേക്ക് വീണ്ടും ഇത് കൊണ്ടു ചെല്ലുമ്പം അപ്പൊ ഇതൊക്കെ എനിക്ക് മനസ്സിൽ വരും. അപ്പൊ നമ്മള് ഇൻവെസ്റ്റ്മെന്റ് ഹെവിയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ പോട്ടെ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നല്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ആവണം. അതാവണം, പയർ പരിപ്പ് വിട്ട് എടുക്കണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇതായിട്ട് വരും. പിന്നെ അത് ഗ്രാജുവലി ഇപ്പൊ ഞാന്
ഞാൻ വേറെ ഒന്നിലേക്കും പൈസ മുടക്കിയിട്ടില്ല ഈ 8 വർഷത്തിനുള്ളിൽ. ഞാൻ എനിക്ക് കട തുടങ്ങുമ്പോഴുള്ള വണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യണത്. ഞാനൊരു കാറ് മാറിയിട്ടില്ല. 4 കടയായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു കാറ് ചേഞ്ച് ചെയ്തില്ല ഇതുവരെ. ഞാൻ പ്രോപ്പർട്ടി വാങ്ങിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഇതിന്റെ അകത്ത് എന്തോ ഉണ്ടാവണോ അതെല്ലാം ഇതിലേക്ക് തന്നെയാണ്. എന്റെ ഒരു സാലറി പോലെ ഞാൻ എന്റെ പേഴ്സണൽ പർപ്പസിനുള്ള പൈസ എടുക്കും എന്നല്ലാതെ ഇതിലേക്ക് അവരുണ്ടായതെല്ലാം ഇതിൽ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് ഇത് ബിൽഡ് ആവണേ. നമുക്ക് ഫണ്ട് ഇവിടെ കിടക്കണു, ആ ഫണ്ട് ആയി വരുമ്പോൾ നമുക്ക് തോന്നുവാണ് ഒരു കട തുടങ്ങാനുള്ള സ്റ്റേജ് ആയെന്ന് പറഞ്ഞാൽ അടുത്ത കട നമ്മൾ സ്പേസ് നോക്കി തുടങ്ങും, അടുത്ത് കഴിയുമ്പോൾ അടുത്ത കട തുടങ്ങും. അങ്ങനെയാണ് ഈ 4 സ്റ്റോറും ആയി വന്നത്. അല്ലാതെ അങ്ങനെ നമ്മൾ അങ്ങനെ പർപ്പസ്ഫുള്ളി അങ്ങനെ ഇത് ചെയ്ത് ഓർഗാനിക്കലി അതങ്ങനെ ആയി വന്നതാണ്. സാർ പറഞ്ഞ ആ എക്സൈറ്റ്മെന്റ് ഈ സ്റ്റോറിലോട്ട് വരുമ്പോൾ ശരിക്കും വർക്ക്ഔട്ട് ആ. ആവുന്നുണ്ട്. സാർ ഞങ്ങൾക്ക് എല്ലാം ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. താങ്ക് യു. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം സർ. താങ്ക് യു സോ മച്ച്.